കുട്ടികളെ സുഖം തന്നെയല്ലേ? പിന്നെ ഇന്നൊരു പരിപ്പും മുരിങ്ങയും കൂടിയിട്ട് കറി വയ്ക്കാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. പരിപ്പ് അപ്പം ഇന്ന് പരിപ്പും മുരിങ്ങയും വയ്ക്കാനുള്ള ഇതിലാണ്. പരിപ്പ് അടുപ്പത്ത് വെച്ചു. അപ്പോൾ പരിപ്പ് അടുപ്പത്ത് വെച്ചാണ്. ഇനി പരിപ്പ് വരുമ്പോഴേക്കും കുറച്ച് തേങ്ങയും ജീരകവും കൂടി അരയ്ക്കുക. പരിപ്പ് അടുപ്പത്തിൽ നിന്ന് തുറന്ന് നോക്കാം കേട്ടോ. പരിപ്പ് നല്ല വെന്തുന്നു. പരിപ്പ് നല്ല വെന്തു. അപ്പോൾ നമുക്ക് മുരിങ്ങയുടെ ഇല കഴുകിയിട്ട് ഇതിലിടാം കേട്ടോ. പരിപ്പിലേക്ക് പരിപ്പും മുരിങ്ങയും കറി വെച്ചാൽ നല്ല സാധനം ഉണ്ടാവും കേട്ടോ. മുരിങ്ങ താളിക്കുക, അങ്ങനെ പരിപ്പും മുരിങ്ങയും തേങ്ങയും ജീരകമൊക്കെ അരച്ച് വയ്ക്കുക. അതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. പരിപ്പും മുരിങ്ങയും വെച്ചാൽ ഇടയ്ക്കൊക്കെ വെക്കുന്നുണ്ട് പരിപ്പും മുരിങ്ങ. ഇനി ഇതിൽ പച്ചമുളക്, പിന്നെ ഉപ്പ്, ലേശം മഞ്ഞൾപ്പൊടി, ലേശം മുളക് പൊടി. ഇനി ഇത് പതുക്കെ ഇങ്ങനെ മെല്ലെ അടച്ച് വെച്ചാൽ മതി കേട്ടോ. ഇലയല്ലേ വേഗം ആയിക്കോളും. നമുക്ക് മുരിങ്ങ വെന്തോ നോക്കുക. ഈ വെള്ളം ഞാൻ കറിയിൽ വെള്ളമില്ലെങ്കിൽ വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം ചൂടാക്കിയതാണ്. ഇതിൻ്റെ മുകളിൽ വെച്ചാൽ മതി ഇങ്ങനെ ഒരു പാത്രത്തിൽ. പിന്നെ ഇതിൽ വെള്ളം ഉണ്ടാകും. കറിയിൽ വെള്ളമില്ലാന്ന് വരിക കേട്ടോ. പച്ചവെള്ളം ഒഴിക്കാനും പറ്റില്ല. തേങ്ങയും ജീരകവും അരച്ചത് കേട്ടോ. അപ്പോൾ കറിയായി പരിപ്പും മുരിയും കറി വെച്ചതാണ് കേട്ടോ. ഇനി ഇതിലൊന്ന് വറുത്തിടും ചെയ്യും. വറവിട്ടാലേ കറി ഉള്ളി കൊണ്ടൊരു വറവിട് നല്ല വെന്തു. വേണ്ട പാത്രം കുറച്ച് വലിപ്പം ജാസ്തിയായി. ഞാൻ ചെറിയ കുക്കർ എടുത്തില്ല. ഇനി വെള്ളം വേണമെങ്കിൽ ഇതാ ചൂടാക്കിയ വെള്ളമാണ്. ഇത് ഒഴിക്കാം കേട്ടോ. ഇതാ അങ്ങനെ ഒഴിക്കാം. ഇനി ഒന്ന് തഴച്ചാൽ ഇത് വാങ്ങി വയ്ക്കാം. ഇനി ഒന്ന് ഉള്ളി കൊണ്ട് ചെറിയ ഉള്ളി എടുത്തിട്ട് വെളിച്ചെണ്ണയിലൊന്ന് വറുത്തിടും ചെയ്യാം. ഒന്ന് തിളക്കട്ടെ. തേങ്ങ അരച്ച് വരണം, ഒന്ന് തിളയ്ക്കണം. അത് തിളച്ച് വന്നിട്ട് ഇന്നത്തെ കറി പരിപ്പും മുരിങ്ങയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളും അതുപോലെ വെക്കും കേട്ടോ. ഇത് വാങ്ങിയൊക്കെയാണ് കേട്ടോ. തേങ്ങ ഒക്കെ അരച്ച് വാങ്ങി അരച്ചു. ഈ ചട്ടി അടുപ്പത്തേക്കാണ്. വെള്ളം ഒഴിക്കുക. ഇങ്ങനെ അത് നോക്കിച്ചിട്ട് അതിട്ടേക്ക്. ഇതുപോലെ നിങ്ങളൊന്ന് വെച്ച് നോക്കിട്ടോ. മുരിങ്ങയുടെ ഇലയൊക്കെ കിട്ടുമ്പോഴേ എല്ലാത്തിനൊന്നും മുരിങ്ങ ഉണ്ടാവില്ല. ദൂര സ്ഥലത്തൊക്കെ കിട്ടാൻ പണിയാവും. നമ്മളെ നാട്ടിലുള്ള മാതിരിയൊന്നും മുരിങ്ങ ദൂര സ്ഥലമൊന്നും ഉണ്ടാവില്ല. നമുക്ക് നാട്ടിൽ മുരിങ്ങയും കറുത്തും കായും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നാട്ടിൽ കിട്ടും. ചേനത്തണ്ട്, തണ്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നാട്ടിലുണ്ടാവും. നാട് വിട്ടു പോയ കുട്ടികൾക്കൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഇതൊന്നും കിട്ടാൻ പണിയാണ്. ദൂരമുള്ളവരൊക്കെ നാട്ടിൽ വരുമ്പോൾ മുരിങ്ങ കൊണ്ടുപോവുകയാണ്. നമ്മുടെ ഉള്ളി മൂത്ത് ഉള്ളിതാ മുരിങ്ങക്കറിയായി കേട്ടോ. ഇനി ഇതുവരെ കണ്ടതിനൊക്കെ നന്ദി കേട്ടോ. പിന്നെ കാണാം കേട്ടോ ഇനി അടുത്ത വീഡിയോയിൽ.